ശ്രീമതി ധന്യ രാമൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്, മാധ്യമപ്രവർത്തക. ശ്രീമതി ധന്യ രാമൻ, ഇവിടെ അതിജീവിത ഇത്രയും നാൾ ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറയുകയാണ് തനിക്ക് നീതി കിട്ടിയിട്ടില്ല, തനിക്ക് വിചാരണ കോടതിയിൽ വിശ്വാസമില്ല എന്ന് പറയുന്നത് അസാധാരണമായ ഒരു സാഹചര്യമാണല്ലോ. തീർച്ചയായിട്ടും ഇതൊരു നമ്മളെ ഈ സമയം ഒരു നീതി കിട്ടാത്ത മനുഷ്യരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം കരുതിയിരുന്നത് എങ്ങനെയാണ്, ഇത് വളരെ മനുഷ്യരെല്ലാം ഉറ്റുനോക്കിയ ഒരു കേസാണ്. അപ്പൊ എങ്ങനെ ഇതിനകത്ത് ഇവർ നീതി വിതരണം ചെയ്യുന്നുള്ളത് നോക്കിയിരിക്കുന്ന ആൾക്കാരായിരുന്നു നമ്മളെല്ലാവരും തന്നെ. പക്ഷേ കോടതിയിലെത്തിയപ്പോ പ്രോസിക്യൂഷൻ പിന്മാറിയ ഒരു കേസാണിത്. പിന്നീട് പി ഹാജരാക്കിയ ഒരു തെളിവുകളും കോടതി കൺസിഡർ ചെയ്യാതിരിക്കുക, അങ്ങനെ ഏതെങ്കിലും ഒരു കേസിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? പക്ഷെ യഥാർത്ഥ ഗൂഢാലോചന നടന്നത് എവിടെയാണ്, രണ്ടാമത്തെ ഗൂഢാലോചന നടന്നത് എവിടെയാണെന്ന് കൂടി ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ പെൺകുട്ടിക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ശിക്ഷയ്ക്ക് പുറത്താണ്. അവരവരുടെ ജീവിതം എൻജോയ് ചെയ്യുകയാണ്. അവരുടെ പണം കൊടുത്ത് അവര് നിയമത്തെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് അവരവരുടെ ജീവിതം ആസ്വദിക്കുകയാണ്. ഈ പെൺകുട്ടിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് പിന്നെ രണ്ട് വിഭാഗമായി, കേരളം രണ്ട് വിഭാഗമായതുപോലെ തോന്നി. ഈ പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്നവരും അല്ലാത്തവരും. അത്തരം ഒരു സാഹചര്യം കൂടെ ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. അതായത് ഇത്തരം അതിക്രൂരമായിട്ടുള്ള ഒരു പെണ്ണും ഇന്ന് വരെ ഫേസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ആക്രമണം നേരിട്ട ഒരു പെൺകുട്ടിയെ പിന്തുണയ്ക്കാതെ അവളെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. PR ഏജൻസികൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ എന്തും ചെയ്യുന്നുള്ള ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തി. അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. ഒന്നിനെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്ത് ഉണ്ടെങ്കിലും നമ്മൾ കോടതി പോകാം എന്നാണ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോ കോടതി പോകാൻ തന്നെ ആൾക്കാർ ഭയപ്പെടുകയാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഹൈക്കോടതിയിലെ മാത്രം കാര്യമാണോ എന്ന്. അല്ല, കീഴ്ക്കോടതികളിലും എല്ലാം ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഒരു പ്രതികളെയും ശിക്ഷിക്കുന്നുമില്ല. റേപ്പ് ചെയ്ത എന്തോരം കേസുകളിലെ പ്രതികൾക്കാണ് ജാമ്യം കിട്ടിയിട്ടുള്ളതെന്ന് അറിയാവോ? എനിക്ക് തോന്നുന്നു ഇവരിതെല്ലാം വളരെ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ജഡ്ജി അല്ലാത്ത ഈ ആരാണോ ശിക്ഷ വിധിക്കേണ്ടത് അവരൊക്കെ കൂടിയിട്ട് ഇത് മറ്റെന്തോ തീരുമാനങ്ങൾ ഇവിടെ കൈക്കൊണ്ട പോലെയാണ് എനിക്ക് പല കോടതികളിലെയും ശിക്ഷാവിധികൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയാൽ എങ്ങനെ ഇരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരാണ് അവരും സുപ്രീം കോടതിയെ നമുക്ക് വിമർശിക്കാമോ എന്നുള്ളതല്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ജുഡീഷ്യറി പൊതുസമൂഹത്തോട് വളരെയധികം അവർക്ക് വേണ്ടിയിട്ടായിരിക്കണം ജുഡീഷ്യറി നിൽക്കുന്നത്. അതല്ലാത്തൊരു സാഹചര്യം ഇവിടെ ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അപ്പൊ നമ്മളാരും ഇതിനെ ചോദിക്കത്തില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ശക്തമായിട്ട് എല്ലാ മനുഷ്യരും ജുഡീഷ്യറിയോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് എവിടെ നീതി എന്നുള്ളതാണ്. അപ്പോൾ മേൽക്കോടതിയിലേക്ക് പോയേ പറ്റൂ. പുറത്തായി പോയിട്ടുള്ള പ്രതിയെ കൂടി ശിക്ഷ കിട്ടിയാലേ ഈ നീതി വിതരണം പൂർണ്ണമാവൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ശ്രീമതി ധന്യ രാമനാണ് പ്രതികരിച്ചത്. വിനോദ്, തുടരാം. രഞ്ജിത്ത്, തീർച്ചയായും ഇതിൽ ധന്യ രാമൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ വിധിയെ വിമർശിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് കോടതിക്ക് മേൽ തന്നെ, ജഡ്ജിക്ക് മേൽ തന്നെ വിമർശനങ്ങൾ വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിലെ ചില പ്രതികളുമായി ജഡ്ജിക്ക് മറ്റ് ചില ബന്ധങ്ങളുണ്ട് എന്ന തരത്തിലൊക്കെ പോലും സോഷ്യൽ മീഡിയയിലൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ അങ്ങനെയുള്ള മറ്റുള്ള ആളുകളുടെ ആരോപണങ്ങളൊന്നും തന്നെ വേണ്ട. ഈ അതിജീവിത തന്നെ ഇപ്പോൾ അവരുടെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. അവർ അക്കമിട്ടാണ് പറയുന്നത്. ഈ കേസിൻ്റെ വിചാരണാഘട്ടത്തിൽ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ ഒന്നൊന്നായി പറയുന്നു. ആദ്യത്തെ 2 പ്രോസിക്യൂട്ടർമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട് വന്ന പ്രോസിക്യൂട്ടർമാർ തന്നെ തന്നോട് പറഞ്ഞു ഈ കേസിൽ നീതി കിട്ടാൻ പോകുന്നില്ല. കോടതിയുടെ ഭാഗത്ത് നിന്ന് ശത്രുതാ മനോഭാവത്തിലാണ് പ്രോസിക്യൂഷനോടുള്ള ഒരു നിലപാട് വരുന്നതെന്ന് 2 പ്രോസിക്യൂട്ടർമാർ തന്നോട് പറഞ്ഞു. 3ാമത്തെ പ്രോസിക്യൂട്ടറും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞതെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. ഏതായിരുന്നാലും 3ാമത്തെ പ്രോസിക്യൂട്ടറും അദ്ദേഹം ഈ വിധി വന്ന ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശവും ആ തരത്തിൽ തന്നെയായിരുന്നു. മറ്റൊന്ന് ഇപ്പോൾ ശ്രീമതി ധന്യ രാജേന്ദ്രൻ, മാധ്യമപ്രവർത്തക, ടെലിഫോൺ ലൈനുണ്ട്. ധന്യ രാജേന്ദ്രൻ, ഇവിടെ അതിജീവിതയുടെ നിരാശ അത് അവർ കേൾക്കുന്നുണ്ടോ? ഈ അതിജീവിതയുടെ നിരാശ അവരുടെ